സെക്കൻഡുകൾക്കുള്ളിൽ വേഗം 100 കടക്കത്തക്ക മികവുള്ള ബൈക്കുകൾ. ഒന്നിന് മുൻവശത്ത് മാത്രമാണ് നമ്പർ പ്ലേറ്റ്. രണ്ടാമത്തെ വാഹനത്തിന് പിൻവശത്തുണ്ട്, മുൻവശത്തില്ല. ന്യൂജൻ പിള്ളേരുടെ നിലവിട്ട ഓട്ടം കണ്ടെത്തുന്നതിനായി ക്രമീകരിച്ച പരിശോധനയിൽ ഒട്ടേറെ പേർ കുടുങ്ങി. ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശി സന്തോഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നിയമം തെറ്റിച്ച ബൈക്കുകളിലൊന്ന്. രജിസ്ട്രേഷൻ നമ്പർ വെച്ച് വിശദാംശങ്ങൾ പരിശോധിച്ച പോലീസുകാരും ഞെട്ടി. ട്രാഫിക് നിയമലംഘനം എന്നത് വാഹനം ഓടിക്കുന്ന ആളുടെ സ്ഥിരം ശൈലിയത്രേ. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ വാഹനത്തിന് മുൻപ് 32,500 രൂപ പിഴ നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യം ആവർത്തിക്കപ്പെട്ടതോടെയാണ് പത്തനംതിട്ടയിൽ പിഴ 21,500 രൂപയിലെത്തിയത്. റാന്നി പഴവങ്ങാടി അലിമുക്ക് സ്വദേശി വിമൽ വികാസിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കിന് 14,000 രൂപയും പിഴ അടിച്ചു കൊടുത്തു. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ് എന്നിവ കൂടി കണക്കിലെടുത്താണ് കാര്യങ്ങൾ 14,000-ൽ ഒതുക്കിയത്. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് 12,750 രൂപ ഈ വാഹനത്തിന് മുൻപ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. നഗരകേന്ദ്രത്തിലെ റോഡുകളിലൂടെ ചീറിപ്പാഞ്ഞുപോയ വാഹനങ്ങളുടെ വിവരം തൊട്ടടുത്ത കവലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് വണ്ടികൾ തടയുകയാണുണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ 11 വണ്ടികൾ പിടിച്ചു. പിടിയിൽ ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശി സന്തോഷ് കുമാർ 1-ാം സ്ഥാനം നേടി. റാന്നി അലിമുക്ക് സ്വദേശി വിമൽ വികാസിനാണ് 2-ാം സ്ഥാനം. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് SI അജി സാമുവേലിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. 1-ഉം 2-ഉം സ്ഥാനം നേടിയവർ പണമടയ്ക്കാത്തതിനാൽ വാഹനം വിട്ടുകൊടുത്തിട്ടില്ല.